സംസ്ഥാനത്ത് മുട്ടവിലയും കുതിച്ചുയരുന്നു. ചില്ലറ വിപണിയിൽ ഒരു കോഴിമുട്ടയ്ക്ക് നിലവിൽ 7.5 മുതൽ 8.5 രൂപ വരെയാണ് വില. താറാവ് മുട്ടയുടെ വില 12 മുതൽ 15 രൂപ വരെയായും നാടൻ കോഴിമുട്ടയുടെ വില 10 രൂപയ്ക്ക് മുകളിലും എത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയ്ക്കൊപ്പം മുട്ടയുടെ വിലയും വർദ്ധിക്കുന്നത് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേരളത്തിലേക്ക് പ്രധാനമായും മുട്ടയെത്തുന്ന തമിഴ്നാട്ടിലെ നാമക്കൽ മേഖലയിൽ നിന്നുള്ള മുട്ടവരവ് കുറഞ്ഞതാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണമായി വ്യാപാരികൾ പറയുന്നത്. താറാമുട്ട വില കൂടിയത് തമിഴ്നാട്ടിലെ വെള്ളമില്ല, മഴയില്ല, കാരണം മുട്ട കുറവാണ്, വളരെ സ്റ്റോക്കാണ്. അതുകൊണ്ട് താറാമുട്ടയ്ക്ക് ആന്ധ്രയിൽ അതുപോലെ തന്നെ, കാരണം നമ്മുടെ നാട്ടിൽ മുട്ടയില്ലല്ലോ. ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ വന്നെങ്കിലൊക്കെ ഇവിടെ മുട്ടയുണ്ട്. പിന്നെ കോഴിമുട്ടയ്ക്ക് പ്രൊഡക്ഷൻ കുറവ്, സെയിൽ കൂടുതൽ. കുറയും. ഇപ്പോൾ ഈ ആഴ്ച ചിലപ്പോൾ കുറയും. ഈ ആടിമാസം തമിഴ്നാട്ടിലെ നോയിമ്പാണ്. അതുകൊണ്ട് ചിലപ്പം ഈ ഒരു മാസം തേക്ക് ഇത്തിരി വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പം കുറഞ്ഞേക്കണം. അതുപോലെ തന്നെ ഈ സെയിൽ കൂടുതലാകുമ്പോഴത്തേക്കും അതിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കും. എക്സ്പോർട്ട് കൊണ്ടുവന്നു. കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചതും ഉൽപ്പാദന ചെലവ് ഉയരാൻ കാരണമായിട്ടുണ്ട്. തീറ്റയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചത് ചെറുകിട കോഴി ഫാമുകൾക്ക് തിരിച്ചടിയായി. ചില ഫാമുകൾ ഉൽപ്പാദനം കുറച്ചതും വിപണിയിലെ ലഭ്യതയെ ബാധിച്ചു. മത്സ്യ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ മുട്ടയിലേക്കുള്ള ഉപഭോഗം വർദ്ധിച്ചതും വിലക്കയറ്റത്തിനാക്കം കൂട്ടി. മുട്ടവില വർദ്ധിച്ചത് സാധാരണ ഉപഭോക്താക്കളെ മാത്രമല്ല, ഹോട്ടൽ, ബേക്കറി, ഭക്ഷ്യ സംസ്കരണ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. ഉൽപ്പാദനം വർദ്ധിക്കുകയും വിപണിയിലെ വിതരണം സാധാരണ നിലയിലാകുകയും ചെയ്യുന്നതോടെ മുട്ടയുടെ വില കുറയുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്.